നമ്മൾ വെണ്ടയ്ക്ക, കോവയ്ക്കയും പാവയ്ക്കയും പടവലങ്ങയൊക്കെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാറില്ലേ, അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞു. എന്നിട്ട് ഇതേ ഒരു കുഞ്ഞ് സവോള ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ സവോള ഉള്ളി ചേർത്ത് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടാവും. എന്നിട്ട് ഉപ്പ്, ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, പൊടിക്ക് എരിവ് മുളക് പൊടി, ഇത്രയും ചേർത്ത് തിരുമ്മി വെച്ചിട്ടൊരു കഷ്ടി ഒരു അരമണിക്കൂറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ തവി അടുപ്പത്ത് വെച്ച് തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10-12 തിളം ചുമന്നുള്ളിയും സ്വല്പം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഉലർത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇതിന് വെളുത്തുള്ളി ഇല്ല കേട്ടോ, ചുവന്നുള്ളി ആട്ടോ. ചുവന്നുള്ളി എത്ര കൂടുതൽ ചേർത്താലും അത്രയും ടേസ്റ്റാണ്. പിന്നെ നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ട് 10-12 തിളം കേട്ടോ നന്നാക്കിയുള്ളൂ. ചെറിയ ചുവന്നുള്ളി ആയിരുന്നു കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചതച്ച മുളക് പൊടി ഇടാം. ചതച്ച മുളക് പൊടി ഇട്ടേച്ച് പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടണം. എന്നിട്ട് ഇളക്കി മറ്റേക്ക് ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ മെഴുക്ക് പുരട്ടി, അതുപോലെ ഉണ്ടാക്കിയെടുക്കണം. വഴുതനങ്ങയും കോവയ്ക്കൊക്കെ ഉണ്ടാക്കുക. ഇനി നമുക്കിതേ ഉള്ളി മൂത്ത് തുടങ്ങി ചതച്ച മുളക് പൊടി കുറച്ച് മതി കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ചുങ്ങും കണ്ടമാനം. ഈ ചുരുങ്ങി വരുമ്പോഴത്തേക്കും ഇങ്ങനെ എരിവ് കൂടുതലായി കഴിഞ്ഞാൽ അതൊരു കഴിക്കാൻ പറ്റൂല ചോറിൻ്റെ കൂടെ. അതുകൊണ്ട് പിന്നെ ഇച്ചിരി മുളക് പൊടി നമ്മൾ തിരുമ്മിയിട്ടുണ്ടല്ലോ അതിൽ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുമാണ് തിരുമ്മി വെച്ചേക്കണം കേട്ടോ. നമുക്ക് നമ്മളൊന്ന് ഇതായിക്കോട്ടെ. മുളക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഏത് വെജിറ്റബിളിൻ്റെ കൂടെ മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സവോള ഉള്ളിയും കൂടെ ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇതേ ചേർക്കുവാണേ. മൂത്ത് ഇത്രയും വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണത് ഫ്രൈ ചെയ്തെടുക്കണത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടൂല. ഫ്രൈ ചെയ്യുമ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിന് സ്വല്പം കൂടെ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം. അതുകൊണ്ടാണ് ആ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടിക്കൊട്ടി അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ട് പിന്നെ അടിയിൽ പിടിക്കില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ടല്ലേ. അത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചാട്ടോ ഇനി ഇടണതാണ്. മീഡിയത്തിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മളിത് വെണ്ടയ്ക്ക ഡീപ് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ മുക്കാലും വരുവായി കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ഡീപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്താം. ഞാൻ പറഞ്ഞില്ലേ നോൺ സ്റ്റിക്ക് തവി ആയതുകൊണ്ട് പിന്നെ അടിയിൽ പിടിക്കുന്ന പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വഴറ്റിയെടുക്കാം കേട്ടോ. ചുങ്ങി വരുന്നു. ഒരുപാട് ചുങ്ങിയത് ഇട്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നില്ലേ, കൂന പോലെ. പക്ഷേ അതിൻ്റെ ഒരു നേർപകുതിയായി ഇല്ലേ. കുറച്ചുകൂടെ ചുങ്ങട്ടെ, മറ്റെടുക്കാം. എത്രത്തോളം വഴറ്റാകുമ്പോൾ അത്രത്തോളം ടേസ്റ്റ് ആട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ചുറ്റി പിടിച്ച് ഇടണം, കൂട്ടി വെക്കണം. ഇങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു വിധം പരിവാകുമ്പോൾ അവനവന് ഇഷ്ടമുള്ള പരിവാകുമ്പോൾ ഓഫ് ചെയ്ത് എടുക്കാം, കഴിക്കാനായിട്ട് എടുക്കാം. വേണമെങ്കിൽ ഈ പരുവത്തിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇച്ചിരിയോടെ ആവട്ടെ നോക്കാം. ഞാൻ നമുക്ക് ഓരോന്നായിട്ട് ചോറിലേക്ക് കറി എടുത്ത് വെക്കാം. ഇത് വെണ്ടയ്ക്ക ഡീപ് ഫ്രൈ ചോറിലേക്ക് എടുക്കാം. അത് ഈ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ചുങ്ങി ഈ പരുവായി നമ്മളത് ഇങ്ങനെ ഈ പരുവത്തിലാട്ടോ നമ്മൾ ഓഫ് ചെയ്ത് കഴിക്കാനായിട്ട് എടുക്കണത്. അത് ഇച്ചിരിയോടെ പരുവം കുറച്ചെടുക്കണമെങ്കിൽ എടുക്കാം, ഇനിയും വഴറ്റണമെങ്കിൽ വഴറ്റാം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇനി വഴറ്റി കഴിഞ്ഞാൽ 3 പേർക്ക് കഴിക്കാനുണ്ടാവില്ല. അത് കാരണം ഞാൻ ഈ പരുവത്തിൽ ഓഫ് ചെയ്തു. അപ്പൊ നമുക്ക് ചോറിലേക്ക് എടുക്കാം. ചോറ് ഇവിടെ റെഡിയാണ്. ചോറൊക്കെ എല്ലാവരുടെയും റെഡിയാണ്. പാലക്കാടൻ മട്ട റൈസ്. Day 5 ഓഫ് ലോക്ക്ഡൗൺ. സിമ്പിളായിട്ടുള്ള കറികളാണ് അല്ലേ, എല്ലാം സിമ്പിൾ കറികളാണ്. അപ്പം ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ മുളക് ചാറിട്ട മാങ്ങ. അങ്ങനെയല്ല, മീൻ മാങ്ങ ഇട്ട മുളക് ചാറ്, പിന്നെ പതിവ് മേടിച്ച പിക്കിള. അതെ, അതാണ് ഇന്നത്തെ മെനു. ലഞ്ച്. Day 5 ഓഫ് ലോക്ക്ഡൗൺ ആണ് കേട്ടോ.